നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേറെ മാർഗമില്ല ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് പണിയത്. നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ പേടിച്ചതൊക്കെ ഇപ്പൊ സംഭവിച്ചേനെ. പക്ഷേ എത്ര നേരം നമുക്ക് ഇങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റും? ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ഫോട്ടോ ഏട്ടൻ കാണാതെ ഞാൻ നോക്കിക്കോളാം. ചെല്ല. ഞാൻ ചായ എടുത്തിട്ട് വരാം. അമ്മേ ഒന്നിങ്ങോട്ട് വന്നേ. ഏട്ടൻ താമസിക്കുന്ന സ്ഥലത്ത് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഏട്ടൻ നിന്ന ഹോസ്പിറ്റലില്ലേ, അവരനുവദിച്ചെന്ന വീടാ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നാരങ്ങ വെള്ളം. ഹോസ്പിറ്റലിലെ കാര്യം ഇഞ്ചക്ഷന്റെ കാര്യമൊക്കെ ആദി ചിരിച്ചോണ്ടാ പറഞ്ഞത്. അത് ആദ്യത്തെ സംഭവം. ഹരിയങ്കിളിന്റെ കെയറിനെ കുറിച്ചും അവൻ നല്ല അഭിപ്രായം പറഞ്ഞു. ഇപ്പോ ആരുടെ ശബ്ദമൊക്കെ കേട്ടെ? അത് അമ്മ ജോലി ചെയ്യുന്ന ഹോസ്റ്റലില്ലേ, അവിടുത്തെ ചേച്ചിയാ. അവരുടെ വീട്ടുകാരൊക്കെ എവിടെയെങ്കിലും പോകുമ്പോ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. എന്നെപ്പോലെ അമ്മയെന്ന് തന്നെയാ വിളിക്കുന്നത്. ഓ, അപ്പോ ആദ്യം അവരുടെ കുഞ്ഞാണോ? അമ്മയാണെങ്കിൽ എല്ലാം മുറിച്ചു മുറിച്ച് പറയും, ഒന്നും പൂർത്തിയാക്കില്ല. അമ്മേ, അതാരാമേ? അതാരുടെ ശബ്ദ? അത് രാവിലെ എനിക്ക് വയ്യാതായപ്പോ ഒരു പയ്യൻ കൊണ്ടുവന്ന് വിട്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കിപ്പോ കുറവുണ്ടോന്ന് അന്വേഷിക്കാൻ വന്നതാ. അവനിപ്പോ പോവും. അമ്മയെ ഹെൽപ്പ് ചെയ്താണല്ലേ? ഒരു നന്ദി വാക്കെങ്കിലും പറയണ്ടേ? എന്ന് ഞാനും വരാം അമ്മയുടെ കൂടെ.
അമ്മ വരാത്തെ? അമ്മ വാ വാ. അയ്യോ ഏട്ടാ, കരണ്ട് പോയല്ലോ. ഏട്ടൻ അവിടെ ചെന്നിരിക്കേ. ആ ഞാനിപ്പോ വരാവേ. ഏ ഞാനിപ്പോ വരാം. ആ ദേ നോക്കി പോണേ, എവിടെയും വീഴല്ലേ. മോളെ, എനിക്ക് കുറച്ച് വെള്ളം വേണം. ഞാൻ മെഴുകുതിരിയോ മറ്റോ എടുത്തിട്ട് വരാം. നീ ഇരുട്ടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തട്ടി വീഴാൻ നിൽക്കണ്ട. ഇതൊക്കെ പറഞ്ഞിട്ട് അമ്മ വീഴല്ലേ. അമ്മ, വേറെ മാർഗമില്ലായിട്ടാ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് പണിയത്. നന്നായി. ഇല്ലെങ്കിൽ നമ്മൾ പേടിച്ചതൊക്കെ ഇപ്പൊ സംഭവിച്ചേനെ. പക്ഷേ എത്ര നേരം നമുക്ക് ഇങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റും? നോക്കട്ടെ, ഞാൻ എന്തേലും പറഞ്ഞ് അവനെ പറഞ്ഞു വിടാം. ആ പയ്യനൊന്നും പോട്ടെ. ഈ കറണ്ടിന്റെ കളി ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഇതാ പയ്യന് കൊടുത്തേക്കാം. നിങ്ങൾ പോയില്ലല്ലോ. ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.